നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, പാർവതി എന്തിനാ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നത്? എവിടെ നിന്നാ പാർവതിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നേ? പാർവതി, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അയാൾ മരിച്ച ശേഷം പിന്നെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് വിശാലിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവുമായുള്ള എന്റെ ജീവിതം ശരിക്കും നരകതുല്യമായിരുന്നു. അതൊന്നും എന്റെ ജീവിതത്തില് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. അമ്മേ, എനിക്കോ പാർവതിക്കോ ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സംശയം ഉണ്ടായതും അമ്മയോട് നേരിട്ട് വന്ന് ചോദിച്ചത്. അമ്മ, ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നോ. അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആളിന് പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അറിഞ്ഞപ്പോ വൈരാഗ്യം തോന്നി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പാർവതി, നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിചാരണ? എന്റെ ആദ്യ ഭർത്താവിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയുമില്ലായിരുന്നു. എന്നും കണ്ണീര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അയാൾ എന്നെ തല്ലുമായിരുന്നു. അയാളുടെ തല്ലും തൊഴിയെ ഏൽക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കെന്റെ മക്കളുടെ മുഖമാ ഓർമ്മ വരുന്നത്. ഞാൻ മരിച്ചുപോയാ എന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു. ഒടുവില് എന്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചു. ഇവള് നല്ല നടിയാണല്ലോ. എന്റെ മക്കൾ അവരെന്റെ ജീവനാ. അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു മകനെ കൂടി കിട്ടി. അമ്മയില്ലാതെ വിഷമിക്കുന്ന ഇവനായിരുന്നു പിന്നെ എനിക്കെല്ലാം. എന്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കണക്ക് പറയുന്നതല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. അമ്മേ, സോറി അമ്മേ. അമ്മ കരയാതിരിക്ക. ചേച്ചി കരയല്ലേ ചേച്ചി? പാർവതി, എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇനിയും അമ്മയെ സംശയിച്ച് വിശാൽ സാറിനോട് സംസാരിച്ച വിശാൽ സാറിന് ദേഷ്യം വരും. എന്ത് ചെയ്യും? പാർവതി, വിശാൽ സാർ, സാറിന് ഞാൻ കാരണം വിഷമായല്ലേ?
എനിക്ക് പ്രയാസമൊന്നുമില്ല പാർവതി. ഞാൻ അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ച് അമ്മയെ വിഷമിപ്പിച്ചു. ഓരോരോ അനാവശ്യ ചിന്തകള് നിനക്ക് എങ്ങനെ വരുന്നു പാർവതി? സർ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിച്ചതും. ഇപ്പോ തനിക്ക് വ്യക്തത കിട്ടിയല്ലോ. ഏതായാലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖരമേനോനെന്ന് ബോധ്യപ്പെട്ടല്ലോ. ശേഖരമേനോൻ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ ആദ്യ ഭർത്താവായിരിക്കുമെന്ന് ചിന്തിച്ചത് തന്നെ അബദ്ധമാണ്. അമ്മ പറഞ്ഞതനുസരിച്ചായാലും അമ്മയുടെ ആദ്യ ഭർത്താവ് അത്ര നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ലല്ലോ. അമ്മ ഒരുപാട് ഉപദ്രവിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ആൾ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അത് ക്രിമിനലായ ശേഖരമേനോനായിരിക്കും അമ്മയുടെ ആദ്യ ഭർത്താവെന്ന് ചിന്തിച്ചതിൽ അബദ്ധം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, ഇക്കാര്യത്തിൽ ഏതായാലും നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ഒരു കാര്യവുമില്ല. ഞാൻ തർക്കിക്കുന്നില്ല വിശാൽ സർ. പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സംശയമായിരുന്നില്ല എന്റേത്. പാർവതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് അടിസ്ഥാനമാ പാർവതിയുടെ സംശയത്തിന് പിന്നിലുണ്ടായിരുന്നത്? പാർവതി അത് പറയൂ. ഏതായാലും എന്റെ സംശയങ്ങൾ അമ്മ നിഷേധിച്ച സ്ഥിതിക്ക് ഇനിയും ഞാൻ ഇതിന്റെ പേരിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നീ പറയുന്ന കേട്ടാ അമ്മ കള്ളം പറഞ്ഞാണെന്ന് തോന്നുമല്ലോ. പാർവതി, അമ്മ അവരുടെ ആദ്യ ഭർത്താവത്തുള്ള വിവാഹ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതൊരു തെളിവല്ലേ? പിന്നെന്തിനാ വീണ്ടും സംശയം? ശരി, ആ തെളിവുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും അമ്മ ഇവിടുത്തെ അച്ഛനുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു. പാർവതി, നീ അതിര് വിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. വിശാൽ സർ, എന്റെ സംശയങ്ങൾ ഞാൻ വിശാൽ സാറിനോടല്ലാതെ വേറെ ആരോടാ പറയണ്ടേ? ഇപ്പൊ എന്ത് വേണമെന്നാ നീ പറയുന്നത്? വീണ്ടും അമ്മയോട് ഇതേപ്പറ്റി സംസാരിക്കണം? സർ, എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സർ. പാർവതി, ഇനിയും അമ്മയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. വീണ്ടും അതേപ്പറ്റി ചോദിക്കാൻ ചെന്ന അമ്മയ്ക്ക് അത് വീണ്ടും വിഷമാവും. എന്തിനാ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിച്ച് അമ്മയെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? പിന്നെ നിനക്ക് ഇതേപ്പറ്റി അറിയേണ്ടത് എന്താണെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ വിഷമിപ്പിക്കാതെ ബുദ്ധിപരമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കാം. സർ, അത് നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാൻ പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.